നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും മഹായുദ്ധം സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസം നടന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം വീണ്ടും അണിയറയിൽ സജ്ജമാകുന്നു എന്നതിന്റെ സൂചനകൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇറാൻ ഈ അവസരത്തിൽ ഇത്തരമൊരു നിർണായക തീരുമാനം കൈക്കൊണ്ടത്. എന്താണ് വിഷയമെന്നല്ലേ നമുക്ക് വിശദമായിട്ട് തന്നെ അത് മനസ്സിലാക്കാം. ഇറാൻ 2015 ആണവ കരാർ ഔദ്യോഗികമായി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സ്നാപ് ബാക്ക് സംവിധാനം സജീവമാക്കിയതിനെ തുടർന്നാണ് ഈ നിർണായക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്ന ഈ കരാർ ലോകത്തെ ആണവായുധ വ്യാപനത്തിൽ നിന്ന് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ദശാബ്ദ കാലത്തെ ഉടമ്പടിയായിരുന്നു. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതിന് പകരമായി ഇറാൻ ആണവ പദ്ധതികൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കരാർ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്നാൽ കരാർ നിലവിൽ വന്നതിന്റെ 10ാം വാർഷിക ദിനമായിട്ടുള്ള ഒക്ടോബർ 18-ന് കരാറിലെ വ്യവസ്ഥകൾക്ക് തങ്ങൾ ഇനി ബാധ്യസ്ഥരല്ലെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുള്ളത്. അതോടെ ആണവ പദ്ധതിയുടെ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വ്യവസ്ഥകളും അവസാനിപ്പിച്ചതായി കണക്കാക്കപ്പെടുന്നുണ്ട്. കരാർ പ്രകാരം ഇറാൻ ആണവ പ്രതിബദ്ധതകൾ ലംഘിച്ചാൽ ഒഴിവാക്കിയ ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ ഉപരോധങ്ങളും വേഗത്തിൽ പുനഃസ്ഥാപിക്കാൻ യൂറോപ്യൻ കക്ഷികളായിട്ടുള്ള ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നിവർക്ക് അധികാരം നൽകുന്ന ഒരു വ്യവസ്ഥയാണ് ഈ സ്നാപ് ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. ഇറാൻ കരാർ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഓഗസ്റ്റ് 28-ന് ഈ സംവിധാനം സജീവമാക്കിയതോടെ 30 ദിവസത്തെ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയും തുടർന്ന് സെപ്റ്റംബർ 28-ന് ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആണവ ബോംബ് നിർമ്മിക്കാൻ ഇറാൻ ശ്രമിക്കുന്നുവെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെയും അതുപോലെ ഇസ്രായേലിന്റെയും ആരോപണങ്ങൾ ഇറാൻ നിഷേധിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയത്. തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും ഊർജോൽപാദനമാണ് ലക്ഷ്യമെന്നും ഇറാൻ വാദിക്കുന്നുണ്ട്. അതേസമയം കരാർ പരാജയപ്പെട്ടതായി സമ്മതിക്കുന്ന സ്നാപ് ബാക്ക് നടപടി നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകളെ കൂടുതൽ അകറ്റിയതായി നിരീക്ഷിക്കപ്പെടുന്നു. എങ്കിലും തങ്ങൾ നയതന്ത്രത്തിന് പ്രതിജ്ഞാബദ്ധരാണെന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. 2018-ൽ അമേരിക്ക ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറി ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചതോടെയാണ് ഈ കരാർ പ്രതിസന്ധിയിലാകുന്നത്. പുതിയ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ആയിട്ടുള്ള സഹകരണം തുടരുമോ എന്നതിനെ കുറിച്ച് ഇറാൻ വ്യക്തമായ സൂചന ഇതുവരെ നൽകിയിട്ടില്ല. ഈ സംഭവ വികാസം പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു യാഥാർത്ഥ്യം. ഇറാന്റെ 2015 ആണവ കരാർ അവസാനിപ്പിക്കാനുള്ള ഔദ്യോഗിക തീരുമാനം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ സ്നാപ് ബാക്ക് ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചതിന് മറുപടിയായിട്ടുള്ള ഇറാന്റെ ഈ നിർണായക നീക്കം മേഖലയിലെ നിലവിലുള്ള സംഘർഷങ്ങളെ കൂടുതൽ വഷളാക്കാനുള്ള സാധ്യത ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇറാന്റെ ആണവ പദ്ധതിക്ക് ഇനി ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല എന്നതാണ് നമ്മൾ ഇവിടെ സംസാരിക്കേണ്ട ഒരു വിഷയം. അതായത് കരാർ പ്രകാരമുള്ള യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവിലും നിലവാരത്തിലുമുള്ള നിയന്ത്രണങ്ങൾ നീങ്ങുന്നതോടെ ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യയിലേക്ക് ഇറാൻ വേഗത്തിൽ നീങ്ങിയേക്കാം. ഇത് ഇസ്രായേലിനും അതുപോലെ സൗദി അറേബ്യയ്ക്കും കനത്ത ആശങ്കയ്ക്കും കാരണമായിരിക്കും. തങ്ങളുടെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയായി ഇറാനെ കാണുന്ന ഇസ്രായേൽ ഇറാനെ ആണവായുധം നേടുന്നതിൽ നിന്ന് തടയാൻ ഏത് മാർഗവും സ്വീകരിക്കാൻ യാതൊരു മടിയും കാണിച്ചൊന്നും വരില്ല. മേഖലയിൽ ഒരു ആണവ ആയുധ മത്സരത്തിന് ഇത് തിരികൊളുത്താനുള്ള സാധ്യതയുമുണ്ട്. സൗദി അറേബ്യയും മറ്റ് അറബ് സഖ്യ രാജ്യങ്ങളും ഇറാനെതിരെ സ്വന്തമായി ആണവശേഷി നേടാൻ ശ്രമിച്ചേക്കാം. രണ്ടാമതായി പറയാനുള്ളത് നയതന്ത്ര ശ്രമങ്ങൾ പൂർണ്ണമായും തകർന്ന നിലയിലാകുമെന്നതാണ്. അതായത് ആണവ കരാർ പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ചർച്ചകൾക്ക് ഇനി സാധ്യത കുറയുമല്ലോ. യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള പാശ്ചാത്യ ശക്തികളും ഇറാനും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് പറയാനുള്ളത് മേഖലയിലെ സംഘർഷങ്ങൾക്ക് ഇത് വലിയ ഇന്ധനമാകും എന്നതാണ്. നമുക്കറിയാവുന്നതാണ്, വർഷങ്ങളായിട്ട് മേഖലയിൽ സംഘർഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കരാറിൽ നിന്ന് പിന്മാറിയതിന് പകരമായിട്ട് ഇറാന് ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി വിമതർ തുടങ്ങിയ തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് കൂടുതൽ പിന്തുണയും ആയുധങ്ങളും നൽകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഈ തീരുമാനം പരോക്ഷമായി പ്രാദേശിക സംഘർഷങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നതിൽ ആശങ്കയുള്ള അമേരിക്കയും സഖ്യകക്ഷികളും സൈനികപരമായി ഇടപെടൽ നടത്താനുള്ള സാധ്യതകൾ വരെ നമുക്ക് ഇവിടെ കാണാനുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ
ആണവ കരാർ അവസാനിപ്പിച്ച ഇറാന്റെ നീക്കം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ അനിശ്ചിതത്വവും അതുപോലെ തന്നെ സംഘർഷ സാധ്യതകളും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ആണവ മത്സരവും നയതന്ത്ര പാത ഇല്ലാതാവുകയും പ്രാദേശിക യുദ്ധങ്ങളുടെ വർധനവ് എന്നിവയാണ് പ്രധാനമായും ഈ തീരുമാനം മേഖലയ്ക്ക് നൽകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. ഇറാൻ ആണവ കരാർ ഔദ്യോഗികമായി അവസാനിപ്പിച്ച നടപടിയെ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ സ്നാപ് ബാക്ക് ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചതിനെ തുടർന്ന് ഇറാൻ എടുത്ത ഈ തീരുമാനം ഇരു രാജ്യങ്ങൾക്കും ഇറാനോടുള്ള വൈരാഗ്യവും അസംതൃപ്തിയും ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആണവ പദ്ധതികൾക്ക് മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീങ്ങുന്നത് അങ്ങേയറ്റം അപകടകരമായ സാഹചര്യമാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആണവ ബോംബ് വികസിപ്പിക്കില്ലെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഇസ്രായേൽ അതിനെ ഒരു നിലനിൽപ്പിനായിട്ടുള്ള ഭീഷണിയായിട്ടാണ് നോക്കിക്കാണുന്നത്. അതായത് ഇറാൻ ആണവായുധം നിർമ്മിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാകും. 2018 അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറിയപ്പോഴും കരാർ പൂർണ്ണമായും തകർന്ന ഇപ്പോഴത്തെ അവസ്ഥയിലും ഇസ്രായേൽ അതിശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. നയതന്ത്രം പൂർണ്ണമായും പരാജയപ്പെട്ട ഈ സാഹചര്യത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ സൈനിക നടപടി കൈക്കൊള്ളാനുള്ള സാധ്യത ഇസ്രായേൽ തള്ളിക്കളയണമെന്നില്ല. ഇറാനെ ആണവായുധ ശേഷി നേടുന്നതിൽ നിന്ന് തടയാൻ ഏത് മാർഗവും സ്വീകരിക്കാൻ ഇസ്രായേൽ സന്നദ്ധരാണ് എന്നതാണ് അവരുടെ നേതാക്കൾ പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അമേരിക്കയുടെ കാഴ്ചപ്പാടിലും ഇത് നിരാശാജനകവും അപകടകരവുമാണ്. ഇറാനെതിരെ പരമാവധി സമ്മർദ്ദ നയം സ്വീകരിച്ചു വരുന്ന അമേരിക്കൻ ഭരണകൂടം ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് ശ്രമിക്കുന്നത്. കരാറിൽ നിന്ന് ഇറാൻ പൂർണ്ണമായും പിന്മാറിയതോടെ ആണവ പദ്ധതിക്ക് മേൽ ഉണ്ടായിരുന്ന അന്താരാഷ്ട്ര നിരീക്ഷണവും സുതാര്യതയും പൂർണ്ണമായും ഇല്ലാതായി എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. ഇത് ഇറാന്റെ നീക്കങ്ങൾ മനസ്സിലാക്കുന്നതിന് തടസ്സമാകുകയും അവരുടെ ആണവശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി കുറയ്ക്കുകയും ചെയ്യും. ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാൻ ഒമാൻ വഴിയോ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെയോ നടത്താൻ ശ്രമിക്കുന്ന നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെട്ടതോടെ ഇനിയൊരു ചർച്ചയ്ക്ക് സാധ്യത നന്നേ കുറവാണ്. ഇറാനോടുള്ള രാഷ്ട്രീയ ശത്രുത വർദ്ധിപ്പിക്കാൻ ഈ സാഹചര്യം അമേരിക്കൻ സർക്കാരിനെ പ്രേരിപ്പിക്കുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. മാത്രവുമല്ല അമേരിക്ക ആകട്ടെ കൂടുതൽ കർശനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. കൂടാതെ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയായ ഇസ്രായേലിന് സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്ക് തന്നെയാണല്ലോ. അതിനാൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്ക ശക്തമായി ഇടപെടാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇറാന്റെ ഈ തീരുമാനം ഇരു രാജ്യങ്ങൾക്കും വലിയ വിശ്വാസ തകർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഇത് മേഖലയിൽ കൂടുതൽ അസ്ഥിരതയ്ക്കും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്കും കാരണമായിരിക്കാം. നമുക്ക് അറിയാവുന്നതാണ്, കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ, അതായത് ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയൊരു യുദ്ധം നടന്നിരുന്നു. ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അവർ പരസ്പരം ഒരു സമാധാനത്തിൽ എത്തുകയും, അതായത് അറേബ്യൻ രാജ്യങ്ങളൊക്കെ ഇടപെട്ട് ഒരു സമാധാനത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. പക്ഷേ മേഖലയിലെ സംഘർഷങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇറാൻ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ശത്രുവാണ്. ഇസ്രായേലിന്റെ പ്രധാന ശത്രുവായിട്ടുള്ള ഹമാസിനും അതുപോലെ ഹൂതികൾക്കും അതുപോലെ തന്നെ ഹിസ്ബുള്ളയ്ക്കും എല്ലാം സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഒരുപാട് സഹായം ചെയ്യുന്ന രാജ്യം തന്നെയാണ് ഇറാൻ. ഇറാൻ എന്ന് പറയുന്നത് വലിയ ശക്തനായിട്ടുള്ള രാഷ്ട്രവുമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനെ ഇഷ്ടമല്ല. ഇറാനെ ഇഷ്ടപ്പെടുന്ന ചില രാജ്യങ്ങൾ ഇവിടെ ഉണ്ട് താനും. ഏതായാലും ഇറാന്റെ ഈ നിർണായകമായ നീക്കം എന്തൊക്കെയാണ് ഭാവിയിൽ ഉണ്ടാക്കുക എന്നത് കണ്ടറിയേണ്ടതുണ്ട്. പുതിയ വാർത്തയുമായി വീണ്ടും എത്താം. നന്ദി. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ.